അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കുക. അപ്പം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇഷ്ടം എന്ന സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ പ്രൊമോ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു വീക്കെൻഡിലെ പ്രൊമോ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പം നെക്സ്റ്റ് വീക്കിലുള്ള എപ്പിസോഡുകളായിരിക്കും ഇതൊക്കെ വരുന്നത്. അപ്പോൾ സുചിത്രയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. നമ്മുടെ കൈലാസ് ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സുചിത്രയ്ക്ക് അന്നേരം സംശയമുണ്ട്. എന്തായാലും തങ്ങളോടുള്ള വൈരാഗ്യമാണ് പിന്നെ കൈലാസ് തീർക്കുന്നതെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പക്ഷേ ഈ കൈലാസിനെ ആണെങ്കിൽ എല്ലാവരും അങ്ങ് വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലാവരുടെ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നത് കൊണ്ട് കൈലാസ് പറയുന്നതൊക്കെ കറക്റ്റ് ആണെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ആശു ആണെങ്കിൽ ആശു മാധവ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പം ലയയോട് ഇങ്ങനെ സന്താന ലബ്ധിക്ക് കൈലാസ് 5 ലക്ഷം രൂപ വാങ്ങി എന്നൊക്കെ മാധവ് പറയുകയാണ്. ആ സമയത്ത് ആശു ചോദിക്കുന്നു ഇനിയും അപ്പം നമ്മുടെ മാധവ് പറയുന്നത് ഇനിയും പൈസ വേണമെന്നാണ് പറഞ്ഞത്, അവളുടെ എല്ലാം കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പം ആശു ചോദിക്കുന്നത് ഏത് സാമിയാന്ന് ചോദിക്കുക, അയാളുടെ പേരെന്താണെന്ന് ചോദിക്കുക. അപ്പം പറയും കൈലാസ് ആണെന്ന് പറയും. കൈലാസ് എനിക്ക് നല്ല കേട്ട് പരിചയമുണ്ടല്ലോ എന്ന് ഇങ്ങനെ ആശു പറയുകയാണ്. ആ സമയത്ത് ആശു പറയുകയാണ് ഞാനന്ന് മാധവനോട് പറഞ്ഞിട്ടില്ല ഇഷിതയുടെ ഈ മഹേഷിൻ്റെ പെങ്ങളുടെ ഭർത്താവ് ഒരു കൈലാസ് ഇപ്പോൾ സിദ്ധ് കിട്ടിയെന്നൊക്കെ പറഞ്ഞൊരു ആശ്രമം തുടങ്ങിയിട്ടുണ്ട്. സന്താന ലബ്ധി പൂജ അങ്ങനെയൊക്കെയാണ് അയാളുടെ മെയിൻ പരിപാടി. ഫോട്ടോ എല്ലാം മാധവിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം മാധവ് പറയുന്നു എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കാണിക്കാം ഏട്ടത്തി എന്ന് പറയുന്നു. അങ്ങനെ ഫോട്ടോ കാണിക്കുമ്പോൾ ഇത് കൈലാസ് തന്നെയാണെന്ന് നമ്മുടെ ആശുവിന് മനസ്സിലാവുന്നു. അയ്യോ ഇത് അത് തന്നെ, ഇവൻ കള്ളസ്വാമിയാണെന്നുള്ള കാര്യമൊക്കെ ആശു പറയുകയാണ്. എന്തായാലും മാധവ് ഒരു കാര്യം ചെയ്യും, നമ്മുടെ ലേനയും കൂട്ടിയിട്ട് കൈലാസ ആശ്രമത്തിലേക്ക് വരാൻ പറയും. ഞങ്ങളും അവിടെ എത്താമെന്ന് പറയുന്നു. അവൻ്റെ കള്ളത്തരം ഇന്നത്തോടെ നമുക്ക് പൊളിക്കാമെന്ന് പറയുന്നു. എന്തായാലും ഇനി അവനെ വെച്ച് വാഴിക്കാൻ പറ്റില്ല എന്ന് ആശു പറയുകയാണ്. അങ്ങനെ ആശു റെഡിയായി നമ്മുടെ ഇഷിതയുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഇഷിതയോട് പറയുന്നു ഇഷിത ഒരു കാര്യം പറയാനുണ്ട് വാ എന്ന് പറയുന്നു. അങ്ങനെ സുചിത്രയും ഇഷിതയും കൂടി ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. ലേയുടെ 5 ലക്ഷം രൂപ വാങ്ങിയതും ഇങ്ങനെ നെക്സ്റ്റ് പോകാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും നിന്നെപ്പറ്റി മോശമായ കാര്യങ്ങളെല്ലാം ഇയാളാണ് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഈ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇഷിത പറയുന്നത് നമുക്ക് പോകാമെന്ന്. അപ്പോൾ സുചിത്രയും പറയും ഞാനും കൂടെ വരും, എൻ്റെ ജീവിതവും കൂടെ കളഞ്ഞ ആളല്ലേ എന്ന് പറയുന്നു. അങ്ങനെ ഇവർ 3 പേരും കൂടെ ആശ്രമത്തിലേക്ക് ചെല്ലും. ആ സമയത്ത് ലയയും മാധവും അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഈ ലയ ആണെങ്കിൽ ഇഷിതയെ കണ്ട ഉടനെ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. നീ എൻ്റെ കുഞ്ഞിനെ കൊന്നവളല്ലേടി, നീ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ അടിയും ബഹളങ്ങളും പ്രശ്നങ്ങളൊക്കെ ആകുകയാണ്. അപ്പോൾ മാധവ് വന്ന് പിടിച്ചു മാറ്റുകയാണ് ലയയെ. അപ്പോൾ ഈ ഇഷിതയ്ക്ക് അത് കേൾക്കുമ്പോൾ വിഷമമൊക്കെ ആകുന്നു. അപ്പോൾ നമ്മുടെ സുചിത്രയും ആശുവും പറയുന്നത് സാരമില്ല പോട്ടെ, നമ്മൾ വന്നതിനല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കൈലാസ് ആശ്രമത്തിലേക്ക് അവർ കയറുകയാണ്. അങ്ങനെ ആശ്രമത്തിലേക്ക് കയറുന്ന സമയത്ത് കൈലാസ് പറയും നിങ്ങൾ എന്തിനാ ഇവിടെ വന്നു എന്ന് പറയുന്നത്, എനിക്ക് പൂജ തുടങ്ങാനുള്ള സമയമായി എന്ന് പറയുന്നു. അല്ല ഞങ്ങൾ നിൻ്റെ സിദ്ധി അറിയാൻ വന്നതാടാന്ന് പറയുന്നു ഇഷിത. അങ്ങനെ ആദ്യം അപ്പോൾ നമ്മുടെ കൈലാസ് അസിസ്റ്റൻറ്റിനോട് പറയും ഇവരെയൊക്കെ പിടിച്ച് പുറത്താക്കാൻ പറയും. അപ്പോൾ ഇവരെ പിടിച്ച് പുറത്താക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റിനെ ഇവരെല്ലാം കൂടെ ചവിട്ടി കൂട്ടി പുറത്തങ്ങ് എറിയുകയാണ്. പിന്നീട് കൈലാസിനുള്ള പെരുമാറ്റമായിരുന്നു. ഇതൊക്കെയാണെങ്കിൽ ഇവർ ലൈവ് പോകുന്നുമുണ്ടായിരുന്നു. സുചിത്രയോട് പറയുന്നുണ്ട് ഇതെല്ലാം ലൈവ് പോകണം, എല്ലാവരും അറിയട്ടെ ഇവൻ്റെ കള്ളത്തരം എന്ന് പറയുന്നു. അങ്ങനെ ആശുവും ഇഷിതയും സുചിത്ര എല്ലാം കൂടി ഇവനെ ചവിട്ടി കൂട്ടുകയാണ്. അങ്ങനെ എല്ലാ സത്യങ്ങളും പറയിപ്പിക്കുകയാണ്. ലയയുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളും അപ്പം നമ്മുടെ കൈലാസ് പറയുന്നുണ്ട് അത് ഞാൻ കള്ളത്തരം പറഞ്ഞാണ്, എനിക്കെല്ലാം ലയയുടെ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ, അപ്പം നിന്നെ ഇങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കാനാണ്, നിൻ്റെ വണ്ടിയിൽ കഞ്ചാവ് വെച്ചതും അതുപോലെ കല്യാണത്തിന് ഇത് നമ്മുടെ ജാതകം തിരുത്തിയതെല്ലാം ഞാൻ തന്നെയാണെന്ന് എല്ലാം ഏറ്റു പറയുകയാണ്. ഇതെല്ലാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൈലാസിനിട്ട് പൊരിഞ്ഞടിയായിരുന്നു. ഇത് നിൻ്റെ ആശ്രമം ഞങ്ങൾ കത്തിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇഷിതയും 3 പെൺപടകളും കൂടി കൈലാസിനായിട്ട് അങ്ങ് പെരുമാറുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഈ ലൈവൊക്കെ നമ്മുടെ മഹേഷും നമ്മുടെ സ്വപ്നവല്ലിയും രാമനും എല്ലാം കാണുകയാണ്. അപ്പോൾ സ്വപ്നവല്ലി ആണെങ്കിൽ ഇങ്ങനെ അപ്പം മഞ്ജിമയാണെങ്കിൽ പറയുന്നത് എൻ്റെ കൈലാസേട്ടനെ വീണ്ടും അവൾ ഓരോന്നൊക്കെ പറയിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ രാമനാഥൻ പറയുന്നത് മിണ്ടാതിരിക്കടേ, ഇനിയും നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പം സ്വപ്നവല്ലി എന്തോ പറയാമെന്നപ്പോൾ പറഞ്ഞ് വാ ഇടയ്ക്കടേ എന്ന് പറയും. അങ്ങനെ എല്ലാവരും ഇത് അറിയുകയാണ്. അങ്ങനെ ഇഷിത വീണ്ടും എല്ലാവരുടെ മുമ്പിലും നല്ല ഇതാവുകയാണെങ്കിലും കൈലാസ് വീണ്ടും തിരിച്ചു വരുമെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെയാണ് നെക്സ്റ്റ് വീക്കെൻഡ് പ്രൊമോ. അപ്പോൾ എല്ലാവരും എപ്പിസോഡിനായി വെയിറ്റ്